അഞ്ചാമത് ആണെന്ന് മനസ്സിലാക്കുന്നു. അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഇന്നലെ ഇന്നുമായി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. 1999 EMSൻ്റെ കാലത്ത് ആദ്യമായി അങ്ങനെ ഒരു പഠന കോൺഗ്രസ് തുടങ്ങിയതെന്നാണ് കരുതുന്നത്. പിന്നെ ഇടയ്ക്ക് കോവിഡ് പല പല കാരണങ്ങളാൽ 2-3 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇവിടെ കഥ എത്തി. നമ്മൾ സാധാരണ വലിയ തട്ടുകട നടത്തുമ്പോൾ, നാട്ടിൻപുറത്തൊക്കെ തട്ടുകട നടത്തുമ്പോൾ അവിടെ ഇൻ്റർനാഷണൽ തട്ടുകട എന്നൊക്കെ പേരിടും. അതുപോലെയാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് വന്ന് ചെന്നെത്തി നിൽക്കുന്നത്. നമ്മൾ സെമിനാർ എന്നിട്ടാൽ ഒരു ലോക്കൽ സെമിനാറായിരിക്കും, ലോക്കലായിട്ടുള്ള ആളുകളായിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നത്. സ്റ്റേറ്റ് സെമിനാർ എന്നിട്ടാൽ സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും, സ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യും, സ്റ്റേറ്റ് വിവിധങ്ങൾ ഭാഗങ്ങൾ. നാഷണൽ സെമിനാർ എന്നിട്ട് കഴിഞ്ഞാൽ നാഷണൽ വർക്ക്ഷോപ്പ് ഇട്ടുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും, ചിലപ്പോൾ ചില ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകളും വരും. അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് എന്ന് പേരിട്ടാലോ ഇൻ്റർനാഷണൽ പഠന കോൺഗ്രസ് എന്ന് പേരിട്ടാലോ നമ്മൾ ആരെ കൊണ്ടുവരും? വിദേശ രാജ്യങ്ങളിൽ, ഇതുപോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ, ഇതുപോലുള്ള വികസന മാതൃകകൾ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ അവരുടെ വികസന മാതൃകകളെ പരിചയപ്പെടുത്തുന്ന, ഇപ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, ഇവിടെ ജനകീയാസൂത്രണമൊക്കെ എടുക്കുന്നത് ബ്രസീലിനെ കണ്ടിട്ടാണ്. ബ്രസീലിൻ്റെ ചില പഠനങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ജനകീയാസൂത്രണം വരുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തും ഇതിനേക്കാൾ മനോഹരമായ പല പരിപാടികൾ കണ്ടിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ അനുഭവങ്ങൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ കേരളത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ആണെങ്കിൽ കൗതുകമുണ്ട്. ഇതിനകത്ത് ഒരു കൗതുകം ഇല്ലെന്ന് മാത്രമല്ല, തോമസ് ഐസക്കും കുറച്ച് ആളുകളുമുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കുറച്ച് ആളുകളുണ്ട്. തോമസ് ഐസക്ക്, നേരത്തെ VG മൻമോഹൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇവർ കുറച്ച് ആളുകളുണ്ട്, ഡോക്ടർ MP പരമേശ്വരൻ, RVG മേനോൻ, KP കണ്ണൻ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്, പിന്നെ കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഇങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ പേരുകൾ ഓരോരുത്തരും പറയും. ഇവർ കുറച്ച് പേര് ഇരുന്നിട്ട് അങ്ങോട്ട് പരിപാടികളിടും. എഴുതി പിടിപ്പിക്കുന്നതിന് ഒരു കാര്യമില്ല. നവകേരളം എന്ന് എഴുതി പിടിപ്പിച്ച് തുടങ്ങിയിട്ട് 10 വർഷമായി. എന്ത് നവകേരളം? ഇവിടെ ആശുപത്രിയിൽ ആളുകളുടെ വയറ്റിൽ സിസറിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് സിസർ അകത്തിട്ട് കൊടുക്കുന്നു, കത്രിക. ഹരിത കേരളം, മറ്റൊരു ഉടായിപ്പും തട്ടിപ്പും. ഇങ്ങനെ തട്ടിപ്പുകളുടെ പേരുകൾ പറഞ്ഞ് ഭരണഘടനാ ഭേദഗതിയിലെ നരസിംഹറാവുവും രാജീവ് ഗാന്ധിയും കൊണ്ടുവന്നിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തെ എടുത്തു വച്ച് കുറേ പണം കൊടുത്തു, ശരിയാണ്, താഴേക്ക്. അതിനകത്തൊക്കെ കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസന രംഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യണം. ഇത്തരം പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന വേദിയല്ല. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു 25-ാം വർഷം അല്ലെങ്കിൽ 30-ാം വർഷം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? പോട്ടെ, ഡിജിറ്റൽ ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഡിജിറ്റൽ വേൾഡിലാണ് നിൽക്കുന്നത്. ഡിജിറ്റൽ കേരളയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടോ? പോട്ടെ, AI പുതിയ കാലത്താണ്. AI സാധ്യത വളരെ വലുതാണ്. ആ നൂതന സാങ്കേതിക വിദ്യകൾ ഏതെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്നലെ KR മീര എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഒരു വനിത, അവർ പാവമാണ്, അവരെ കെട്ടി ഒരുക്കി നല്ല സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ അവിടെ വന്നിട്ട് 2 ഡയലോഗ് അടിച്ചു കളഞ്ഞു. ഒരു കേട്ടപ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടായി. പണ്ട് കോഫി അന്നനും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലൊക്കെയാണ് ഈ ആഗോള താപനത്തിനെതിരെയും കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെയൊക്കെ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. IPCCയുടെയൊക്കെ വലിയ സമ്മേളനങ്ങൾ നടക്കും. അവിടെ ഞാനിതുപോലെ പല ദേശീയ സമ്മേളനം, ഇൻ്റർനാഷണൽ സമ്മേളനം പങ്കെടുത്തിട്ടില്ല, പക്ഷേ ദേശീയ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവസരം നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം അവിടെ വരുന്ന ഭരണാധികാരികളും ഒക്കെ പറയും. ഇപ്പോൾ JR രമേശൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സത്യസന്ധത തോന്നും. കാരണം അവർ ഇതിനു വേണ്ടി വെസ്റ്റേൺ ഘാട്ടിനൊക്കെ വേണ്ടി നിന്നിട്ടുള്ള മന്ത്രിയാണ് JR രമേശൊക്കെ. പിണറായി വിജയൻ ഇരുത്തിക്കൊണ്ടൊരു അടി അടിച്ചളഞ്ഞിക്കാം ഈ KR മീര. എന്താണെന്നറിയാവോ? കേരളത്തിലെ സൂക്ഷ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളിൽ വളരെ വളരെ വിഷമം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആളാണ് ആര്? നമ്മുടെ പിണറായി വിജയൻ. ലോകത്ത് കാലാവസ്ഥ വ്യതിയാനം വരുന്ന രാജ്യങ്ങളിൽ പിന്നെ കടലിൻ്റെ തീരത്ത് ചെന്നിരുന്ന് മന്ത്രിസഭ ചേരുകയും കടലിൻ്റെ അടിയിൽ മന്ത്രിസഭ ചേരുകയും മഞ്ഞുമലകൾക്കടി അകത്ത് പോയിരുന്ന് ചേരുകയും ചെയ്തുകൊണ്ടൊക്കെ കാലാവസ്ഥ വ്യതിയാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ 40 മുതൽ 50 കാറ് ഏറ്റവും അത്യാധുനികമായ വാഹനങ്ങളിൽ പോയി എല്ലാവിധ സുഖസഹകരണങ്ങളോടുകൂടി ജീവിക്കുന്നത് പോട്ടെ, അത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമെന്ന് വെച്ചോളൂ. കേരളയിൽ വന്നപ്പോൾ ഇത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുമെന്ന് ചോദിച്ചതാരാണ്? നമ്മളാരും ചോദിച്ചില്ല. ഞാനൊക്കെ ചോദിച്ചു, പക്ഷേ നമ്മളൊക്കെ ലോവർ ലെവലിൽ നിൽക്കുന്നില്ലേ. RVG മേനോൻ, KP കണ്ണൻ,
MP പരമേശ്വരൻ, അങ്ങനെ തുടങ്ങി കുറേ അധികം ആളുകൾ ചോദിച്ചു. പിന്നെ അടുത്ത കേഡറിൽ വരുന്ന തണൽ ശ്രീധരനെ പോലെയുള്ള ഒത്തിരി ആളുകൾ ചോദിച്ചു, എന്താണ് കേരളത്തിലെ പരിസ്ഥിതിക്ക് എന്ത് ദോഷമുണ്ടാവും? പിണറായി വിജയൻ പറഞ്ഞ വാക്ക്, ഇവർ വികസന വിരുദ്ധരാണ്, വികസന വിരുദ്ധരാണെന്ന് മാത്രമല്ല ഇവരെ വികസന ദ്രോഹികളാണ്. ആര്? ഈ പറഞ്ഞ ടീമെല്ലാം എന്ന് വിളിച്ച പിണറായി വിജയൻ തുരങ്കപാത വയനാട് വരുമ്പോൾ അതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാതമൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കിയ പിണറായി വിജയൻ കോറി കൊടുക്കുന്നതിന് യാതൊരു തത്വദേഷ്യമില്ലാതെ കോറി കൊടുത്ത ചാമ്പ്യനാണ് ഇതിൻ്റെ പശ്ചിമഘട്ട വികസനത്തിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാനോ കൺവീനറോ എന്തോ ഒരാൾ. അത് വേറെ തമാശ. ഈ പൊസിഷനിലിരുന്നപ്പോൾ കോറികൾക്ക് കൈ അയച്ച് കോറി കൊടുത്ത ഒരു മാന്യദേഹമാണ്. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് കൂടി പരിചയമുള്ള, ഞാൻ അല്ലാതെ വ്യക്തിപരമായ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയുന്നില്ല. അദ്ദേഹമാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ പശ്ചിമഘട്ട വികസനത്തിൻ്റെ സമിതിയുടെ കൺവീനർ, യോഗത്തിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ അവിടെ ഒരു മീറ്റിങ്ങുകൾ, പല ഗ്രൂപ്പുകളാണ്. മാധവ് ഗാഡ്ഗിൽ പൊറുക്കുക വളരെ കഷ്ടമല്ലേ കോറികൾ അനുവദിക്കുന്ന കാര്യത്തിൽ? അതൊക്കെ പോട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ റോഡുകളുടെ പണി നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ ഒക്കെ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മരങ്ങളാണ് മുറിച്ച് തള്ളിയത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ആയിരക്കണക്കിന് മരങ്ങളാണ് മുറിച്ച് തള്ളിയത്. ഒരു തൈ തിരിച്ചു വെച്ച് കളയാത്തത് സൂക്ഷ്മ കാലാവസ്ഥക്കാരി KR മീര മൂച്ചൂടും പരിസ്ഥിതിയെ മുടിച്ചിട്ടുള്ള, എല്ലാ പരിസ്ഥിതി പ്രവർത്തകരെയും തന്തയ്ക്ക് വിളിക്കുന്ന, തള്ളയ്ക്ക് വിളിക്കുന്ന, പരിസ്ഥിതി പ്രവർത്തകർ വികസന വിരുദ്ധരാണെന്ന് പറയുന്ന, പരിസ്ഥിതിവാദികൾ കുലദ്രോഹികളാണെന്ന് പറയുന്ന, അവർ കേരളത്തിന് കൊള്ളൂല്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി എത്തിയിട്ട് സൂക്ഷ്മ കാലാവസ്ഥയിൽ കേരളത്തിനുണ്ടാകുന്ന മാറ്റത്തിൽ വളരെ വിഷണ്ണനാണ്, ദുഃഖിതനാണ് മുഖ്യമന്ത്രി എന്ന് മീരെ എഴുതി വായിച്ചതാണോ പറഞ്ഞതാണെന്നറിയില്ല. പറഞ്ഞെങ്കിൽ മീരെ, നിങ്ങൾക്ക് അന്താരാഷ്ട്ര അവാർഡ് തരേണ്ടതാണ്, ഗ്രീൻ അവാർഡ് തരേണ്ടതാണ്. റേച്ചൽ കഴ്സൺ എന്ന് നിങ്ങളുടെ പേര് കേൾക്കരുത്. അവർ ചിലപ്പോൾ പേടിച്ച് ഒന്നും കൂടി ജന്മമെടുത്ത് മീരയ്ക്ക് പഠിക്കാനായിട്ട് വരും. അതൊരു വശത്ത് നിൽക്കട്ടെ. മറുവശത്ത് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാൻ എന്താണ് പഠന കോൺഗ്രസിൻ്റെ പരിപാടി? ഇവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടെ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളെ പിടിച്ചു നിർത്താൻ എന്താണ് പരിപാടി? പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ എഴുത്തും വായനയും അറിഞ്ഞിടാത്ത പിള്ളേരെ എഴുത്തും വായനയും പഠിപ്പിച്ച് ഹയർ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് പരിപാടി? കെട്ടഴിഞ്ഞ് കുത്തഴിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്ന ആരോഗ്യ മേഖലയെ നന്നാക്കാൻ എന്താണ് പരിപാടി? കാർഷിക മേഖല 7 ലക്ഷം ഹെക്ടറിൽ നിന്ന് 8 ലക്ഷം ഹെക്ടറായി, ഇപ്പോൾ അത് 1.25 ലക്ഷം ഹെക്ടറായി മാറിയെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ എന്താ നിങ്ങളുടെ പരിപാടി? ഇതിന് തോമസ് ഐസക് ഉത്തരം പറയണം. നിങ്ങൾ ആളുകളെ 200 പേരെ 300 പേരെ NGO യൂണിയനിൽ നിന്ന് 200 പേര് 600 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ കോട്ടയിട്ട് ആൾ വരും, അവിടെ ആൾ വന്നിരിക്കും. KGO 200 പേര്, NGO അസോസിയേഷൻ യൂണിയനിൽ നിന്ന് 200 പേര്, അവിടെ ആൾ വന്നിരിക്കും. 600 രൂപ അടച്ചിട്ട് അവിടെ വന്നിരിക്കും. ബുക്ക് വാങ്ങിച്ചുകൊണ്ട് സഞ്ചി വാങ്ങിച്ച് തോളിലിട്ട് കൈയടിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എന്താ ഇന്ത്യയിലെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 10 എക്സ്പേർട്ടുകളെ നിങ്ങളവിടെ പങ്കെടുപ്പിച്ച് കളയാത്തുണ്ട്. നിങ്ങൾ കുറച്ച് പേര് തന്നെയാണ് എക്സ്പേർട്ടുകൾ. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കേരളത്തിനകത്തുനിന്നുള്ളവരെ വിളിക്കത്തില്ല, പുറത്തുനിന്നുള്ളവരെ വിളിക്കത്തില്ല, ഈ രാജ്യത്തു നിന്നുള്ളവരെ വിളിക്കത്തില്ല. ഈ രാജ്യത്ത് നല്ല മാതൃകകൾ അണ്ണാ ഹസാരെ, ഡോക്ടർ രാജേന്ദ്ര സിംഗൊക്കെ അല്ലേ ഈ രാജ്യത്ത് മാതൃകകൾ സൃഷ്ടിച്ചവർ. ആരെങ്കിലും വിളിക്കുമോ നിങ്ങൾ? ഒരാളെയും വിളിക്കത്തില്ല. സുനിതാ നരേനെ പോലുള്ളവരോട് ജീവിച്ചിരിപ്പുണ്ട്, ആരെയും വിളിക്കത്തില്ല. വിദേശത്ത് രാജ്യങ്ങളിൽ ആരെങ്കിലും കൊണ്ടുവരും ഇല്ല. നിങ്ങൾ മച്ചമ്പയും ഞാനും അളിയനും നിലയ വിദ്വാന്മാർ കുറച്ച് പേര് വന്നിരിക്കും, പരമ്പരാഗതമായ കുറേ വിഷയങ്ങളെടുക്കും, അതിനകത്തോട്ട് വാങ്ങി തള്ളി മറിക്കും. യാതൊരു കാര്യമില്ല ഈ പഠന കോൺഗ്രസ്സുകൾ കൊണ്ട്. അതും കൂടി നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥയിൽ, കാരണം ഈ 600 രൂപ കൊടുത്ത് 10,000-3000 പ്രതിനിധികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുപയോഗിച്ച ഇന്ധനം, അവർ വാഹനങ്ങളിൽ ഉപയോഗിച്ച ഇന്ധനം, അവർ കഴിച്ച ഭക്ഷണം, അതിൻ്റെ ഭാഗമായി ഇവിടെ നശിപ്പിച്ച പ്രകൃതി അല്ലെങ്കിൽ അന്തരീക്ഷത്തിനുണ്ടാക്കിയ, വെള്ളത്തിനുണ്ടാക്കിയ മാലിന്യം കൂടി കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും സൂക്ഷ്മ കാലാവസ്ഥയിൽ തിരുവനന്തപുരത്തിന് ചൂട് കൂട്ടുന്നതിൽ അധിക സംഭാവന നൽകും എന്നുള്ളതല്ലാതെ നിങ്ങൾ 50 വർഷം പിറകിലാണ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു, ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോൾ തോമസ് ഐസക് ചോദിച്ചതാണ്, ആരാണ് ഡിജിറ്റൽ ഇന്ത്യയിൽ പോകുന്നത്? ഇന്നിപ്പോൾ തട്ടുകടക്കാരൻ 10 രൂപയ്ക്ക് വട വാങ്ങിച്ച് കഴിച്ചാൽ, ഒരു ചായ കുടിച്ചാൽ അവൻ്റെ അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അടയ്ക്കാൻ പറ്റും. മത്സ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യം വിൽക്കുന്ന അമ്മ ഒരു ചരുവ് എടുത്ത് കാണിക്കും, ചരുവത്തിൻ്റെ പുറത്ത് ഒരു QR കോഡുണ്ട്, അതിലേക്ക് അടച്ച് അങ്ങനെ നമ്മളെ മൊബൈൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ പൈസ ഇടാം. ആ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ 150-140 കോടി ജനങ്ങളുടെ വിസ്മയമാണ്
നിങ്ങളുടെ UPI ഇടപാടുകളും നിങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യയും. ആ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് എന്താണ് തോമസ് ഐസക്കിനും സംഘത്തിനും പറയാനുള്ളത്? നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണ്? കഴിഞ്ഞ 99 മുതൽ നടന്ന പഠന കോൺഗ്രസിൻ്റെ ബാക്കി പത്രം എന്താണ്? വെറുതെ കുറേ ക്യാമ്പയിനുകൾ തുടങ്ങും. യാതൊരു കഴിവും വെള്ളിയാഴ്ചയും വ്യവസ്ഥയുമില്ലാത്ത കുറേ പേരെ പിടിച്ചിരുന്നു. അവർ തന്നെ സ്ഥിരമായി മാറിയും തിരിഞ്ഞു ഇരിക്കും. ഓരോ മിഷനുകളിൽ അവർ തന്നെ കയറിയിരിക്കും. കുറേ ബഹളം ഉണ്ടാക്കും. ആരെങ്കിലുമൊക്കെ ചെയ്തതെന്നൊക്കെ എവിടെയെങ്കിലും ചെയ്യുന്നതിനെ എഴുതി കൊണ്ടുപോകും. എന്താ മാലിന്യ സംസ്കരണത്തിൽ നിങ്ങളുടെ പരിപാടി? എന്താ നദികളുടെ സംരക്ഷണത്തിൽ നിങ്ങളുടെ പരിപാടി? എന്താ കാർഷിക സംരക്ഷണത്തിൽ പരിപാടി? എന്താണ് വ്യവസായത്തിൽ നിങ്ങളുടെ പരിപാടി? എന്താണ് ഡിജിറ്റൽ ഇന്ത്യയിലെ പോലുള്ള കാര്യത്തിൽ, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള കാര്യത്തിൽ എന്താ നിങ്ങളുടെ പരിപാടി? സീനിയർ സിറ്റിസനെ രക്ഷിക്കാൻ എന്താണ് പരിപാടി? കുഞ്ഞുങ്ങളുടെ പോപ്സോ കേസ് ഒഴിവാക്കാൻ എന്താണ് പരിപാടി? സ്ത്രീകളുടെ സുരക്ഷ കൊണ്ടുവരാൻ എന്താണ് പരിപാടി? ഇങ്ങനെ ചോദിച്ചാൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള പുതിയ നിങ്ങളുടെ വിഷൻ എന്താണ്? അതോ പരമ്പരാഗതമായ കുറേ സബ്ജക്റ്റുകൾ എടുത്തിട്ട് അതിനകത്ത് ഓരോ എക്സ്പേർട്ടുകളെന്ന് പറഞ്ഞിട്ട് സോക്കാളുടെ കുറച്ച് പേര് വന്ന് അവർക്ക് തോന്നുന്നത് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് കുറേ ഡേറ്റയൊക്കെ എടുത്തു വെച്ച് എഴുതി കുറേ ബുക്കുകൾ തള്ളി അതും കൂടി പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നതായാൽ പിണറായി വിജയനോടും മീരയോടും ചെയ്യുന്ന വലിയ ചതിയായിരിക്കും. കാരണം രണ്ട് പേരും ഇപ്പോൾ കേരളത്തിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ വലിയ സങ്കടത്തിലാണ്. എല്ലാ പരിസ്ഥിതിവാദികളും, അത് വയനാട് മുതൽ കാസർഗോഡ് തിരുവനന്തപുരത്തുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതിവാദികളും സ്റ്റേറ്റ് വിട്ടു പോവുക. ഇവിടെ എല്ലാത്തിൻ്റെയും ഹോൾ കൊട്ടേഷൻ KR മീര എടുത്തിട്ടുണ്ട്. അതിനൊരു ഗോഡ് ഫാദർ വന്നിരിക്കുന്നു. കേരള പരിസ്ഥിതിക്കും കാലാവസ്ഥാ മാറ്റത്തിനും സാക്ഷാൽ പിണറായി വിജയൻ.